ഗൈസ്, വെൽക്കം ടു വേൾഡ് ഓഫ് കളേഴ്സ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പി കാണാം കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പാസ്ത എന്ന് പറയുന്നത്. ആ പാസ്ത എങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും. ഇനി പാസ്ത വെറുതെ പുഴുങ്ങി അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും അതെടുത്ത് കഴിക്കുന്ന കാണാം. പാസ്തയ്ക്ക് എന്താ ഇത്ര ടേസ്റ്റ് ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ കാണിക്കുന്ന റെസിപ്പി ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി കിടക്കാം. ഞാനിത് അവിടെ പാസ്ത വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി പാസ്ത അവിടെ ഇരുന്നിട്ട് ഒന്ന് കുക്കാവട്ടെ, നമുക്ക് അതിനെ വെറുതെ വിടാം. ഇനി അടുത്തത് വേറൊരു പാൻ എടുക്കുക, അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തക്കാളി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതിൻ്റെ അടിഭാഗം ഇതുപോലെ എക്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ 4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു മൂടി വെച്ച് മൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതും കുക്കായി വന്നതിന് ശേഷം നമ്മളിതാ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അടർന്നു പോരും. അത് അടർത്തി കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കുക, അതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഉണ്ടല്ലോ, അത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഗാർലിക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക. അതൊരു ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ ആവണ വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. വല്ലാണ്ട് ബ്രൗൺ ആവാൻ പാടില്ല, വല്ലാണ്ട് മൂക്കാൻ പാടില്ല കേട്ടോ. ഇതപ്പം ഗാർലിക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാണ്. ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഇതാ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ എന്ന് പറയും, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് സാധാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് പച്ചമണി മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒന്ന് കുറുകി വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് കുറച്ച് പാല് അല്ലെങ്കിൽ ഹെവി ക്രീം, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി പാലും ഏതാണ്ടൊന്ന് ഈ തക്കാളി മിക്സിലോട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പാലും ഇതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പാസ്ത, നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഇതിൽ എല്ലാ പാസ്തയിലും നമ്മൾ ഈ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 3 ഷീറ്റ് ചീസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ചൂട് തട്ടിയാൽ തന്നെ ചീസ് പെട്ടെന്ന് നമുക്ക് അലിഞ്ഞു കിട്ടും കേട്ടോ. ചീസ് നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കുറുന്നനായിട്ടുള്ള പാസ്ത നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ചിക്കൻ്റെ ഒരു ആവശ്യമില്ല. ചിക്കൻ ഇല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് തക്കാളി ഇട്ടെന്ന് വിചാരിച്ച് തക്കാളിയുടെ ചൊയ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ല. അടിപൊളി ടേസ്റ്റ് ആണ്. തക്കാളിയുടെ കുത്തോ ചൊവയോ ഒന്നും വരൂല. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും ചെയ്ത് നോക്കണേ. ഇതാ നമ്മൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീട്ടിലുണ്ടാക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.